നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ലോക്സഭാ സീറ്റുകൾ 20 എണ്ണമാണുള്ളത്. മണ്ഡല പുനർവിഭജനം അല്ലെങ്കിൽ പുനർനിർണയം വരുമ്പോൾ ജനസംഖ്യ അനുപാതത്തിലാണിത് വിഭജനവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരിക. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ 18 സീറ്റായി കുറയും. കാരണം ഇപ്പോൾ UDF കിട്ടിയിരിക്കുന്ന 18 സീറ്റ് പോലെ 18 സീറ്റ് ഉണ്ടാവുള്ളൂ കേരളത്തിൽ എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. എന്ന് വെച്ചാൽ കേരളത്തിൽ 2 സീറ്റ് കുറയും. ഈ 2020 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇലക്ഷൻ സമയത്ത് വലിയ കോലാഹലങ്ങൾ ഒരുക്കുന്നതൊക്കെ നമുക്കിനി പറ്റുമോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഇന്ത്യ മൊത്തം ഈ പറയുന്ന പോലെ മണ്ഡലങ്ങൾ കൂടും എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ കുറയുമ്പോൾ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂടും. ഇപ്പോൾ 2026 നടക്കാൻ പോകുന്ന സെൻസസിന് ആനുപാതികമായിട്ടായിരിക്കും മിക്കവാറും മണ്ഡല പുനർനിർണയങ്ങൾ വരുന്നത്. 77 സീറ്റുകളോളം വരും ലോക്സഭയിലേക്ക് എന്നുള്ളതാണ് കേൾക്കുന്നത്. അല്ല, അങ്ങനെ സീറ്റിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ കേരളത്തിൽ കുറയാനുള്ള സാധ്യതയില്ല. സീറ്റ് ചിലപ്പോൾ 20 എണ്ണോ അല്ലെങ്കിൽ ചിലപ്പോൾ 22 എണ്ണോ വന്നേക്കും. ഇനി 1000 വരെ സീറ്റുകൾ ഉണ്ടാവാമെന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരു പുനർനിർണയം വരുമ്പോൾ. ഇപ്പോൾ സംഖ്യ കൂടി ലോകത്തെ അതെ, ഏറ്റവും വലിയ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രമാണ് ഇപ്പോൾ ഇന്ത്യ. പഴയ സെൻസസ് 2021 സെൻസസ് നടന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും 2011 കണക്കുകളും വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 2026 സെൻസസ് വരുമ്പോൾ ഈ 145 കോടി എന്നുള്ളൊരു കണക്ക് വെച്ച് നമ്മൾ കൂട്ടുകയാണെങ്കിൽ എങ്ങനെയായാലും MP വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെയാണെന്ന് ആ സമയത്ത് അവർ ഒരു MP എത്ര ജനങ്ങൾക്കാണ് ഒരു MP എന്നുള്ള കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ മണ്ഡലം, നോർമലി കോമൺ സെൻസ് ഉള്ള ആളുകൾ നോക്കുമ്പോൾ ഏറ്റവും നിയോജക മണ്ഡലങ്ങൾ, നിയമസഭയിലേക്ക് മത്സരിക്കുന്ന മണ്ഡലങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കുറവുള്ളത് വയനാടാണ്. അപ്പോൾ വയനാട്ടിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രിയ ഗാന്ധിയൊക്കെ അവിടെ പോകും എന്നുള്ളത് ആദ്യത്തെ ചോദ്യമാണ്. അതെ, പക്ഷേ മണ്ഡലം കുറയുമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ ജനസംഖ്യ കുടുംബാസൂത്രണം കാര്യമായി നടപ്പിലാക്കി എന്നുള്ളൊരു തെറ്റ് നമ്മൾ ചെയ്തു എന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 1.6, മറ്റു സ്ഥലത്ത് പലയിടത്തും 6ഉം 4.3ഉം ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ ജനസംഖ്യ കുടുംബാസൂത്രണം വളരെ അധികം നല്ല രീതിയിൽ, കാരണം കേരളത്തിലെ എഡ്യൂക്കേഷനാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ ഭയങ്കര വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്കൊക്കെ അറിയാം. കുറ്റം പറയുന്ന നോർത്ത് ഇന്ത്യ കുറ്റം പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ എണ്ണം വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് നല്ല കാര്യം നമുക്ക് എതിരായിട്ട് വരികയാണ്. അതെ, അപ്പോൾ ഇതിപ്പോൾ എവിടെ കൂടും എവിടെ കുറയും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മലപ്പുറം ഭാഗം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുടെ നോക്കുമ്പോൾ മലപ്പുറം ഭാഗത്ത് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മലബാർ ഏരിയയിൽ സീറ്റ് കൂടാം, കേരളത്തിൽ മറ്റേ തെക്കോട്ട് വരുമ്പോൾ സീറ്റ് കുറയാനുള്ള സാധ്യത. അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ സീറ്റ് കുറയാനുള്ള സാധ്യത, നോർത്ത് ഇന്ത്യയിൽ സീറ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ BJP പൂർണ്ണമായും ശക്തമായിട്ട് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായി ശക്തമാവും. കാരണം ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് BJPക്ക് ശക്തമായ വേരോട്ടമുള്ള സ്ഥലത്ത് അവരുടേതായിട്ടുള്ള അവരുടെ മൃഗീയമായ ഭൂരിപക്ഷങ്ങൾ ഇന്നും കാണിച്ച് അവർ അത്രത്തോളം പൊങ്ങിയിരിക്കുന്ന രാജാവായിരിക്കുന്ന സ്ഥലങ്ങളിൽ മണ്ഡലങ്ങൾ കൂടിക്കഴിഞ്ഞാൽ നേട്ടം BJPക്ക് തന്നെയാണ്. അതെ അതെ. അപ്പോൾ ഉത്തർപ്രദേശ് ആ സൈഡിലൊക്കെ കൂടെ ഒരു 200 സീറ്റ് കൂടെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന വ്യത്യാസം BJPക്ക് മൃഗീയ ഭൂരിപക്ഷമായിരിക്കും. പിന്നെ കുറച്ച് കാലത്തേക്ക് BJP അല്ലാതെ വേറൊരു ഭരണവും ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഇവിടെയൊക്കെ കോൺഗ്രസിനൊക്കെ എത്രത്തോളം സ്വാധീനം ഉണ്ടെന്ന്. കേരളത്തിന് ഇപ്പം സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് ഇച്ചിരിയും സ്വാധീനമുള്ളത്, പിന്നെ ഹിമാചൽ പ്രദേശ്. ഇവിടെയൊക്കെ സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJP എന്ന് പറയുന്ന ഒരു കക്ഷി പിന്നെയും 5-10 വർഷത്തേക്ക് പിന്നെ ഭരിക്കുന്നവരായതുകൊണ്ട് അവരതിന് തന്നെ ശ്രമിക്കുകയുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. അപ്പം നമ്മൾ ചെയ്തു കൂട്ടിയൊരു നല്ല കാര്യം സൗത്ത് ഇന്ത്യയിൽ വളരെ നന്നായി നടപ്പിലാക്കിയ കുടുംബാസൂത്രണത്തിൻ്റെ തമിഴ്നാട്ടിലും ഇവിടെയൊക്കെ കുടുംബാസൂത്രണം, ഫാമിലി പ്ലാനിങ് ഇതൊക്കെ വളരെയധികം നല്ല രീതിയിൽ നടപ്പിലാക്കിയത് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ഈ നികുതി വിഹിതം കിട്ടുമ്പോൾ ഇവിടുത്തെ ജനസംഖ്യ ഒരു വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ കിട്ടുന്നില്ല. പിന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ വളരെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ വളരെ മുന്നിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എഡ്യൂക്കേഷനുള്ള ഫണ്ടുകൾ നമുക്ക് കുറയുന്നുണ്ട്, ഹെൽത്തിനുള്ള ഫണ്ടുകൾ നമുക്ക് കുറയുന്നുണ്ട്. ഇപ്പോൾ ഈ ജൽജീവൻ മിഷൻ പദ്ധതി വന്നപ്പോൾ അതിനകത്തുള്ള ഫണ്ട് കുറഞ്ഞിട്ടില്ല, കാരണം ഇവിടെ 77 ലക്ഷം കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്. അതെങ്ങോട്ടാണെന്നറിയില്ല. അപ്പോൾ മധ്യപ്രദേശും UPയും ഒക്കെ സീറ്റുകൾ വർദ്ധിക്കും.
കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുറയും, അത് BJPക്ക് അനുകൂലമാവും എന്നുള്ളതാണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിന്റെ സീറ്റൊക്കെ സേഫ് ആയിട്ട് തന്നെ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അവിടെ ചിലപ്പോൾ സീറ്റ് കൂടാനും സാധ്യത. അതെ, തിരുവനന്തപുരത്തൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ശശി തരൂർ ഇനി ഇലക്ഷൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതും നമുക്ക് അറിയേണ്ടതുണ്ട്. അതെ, അല്ല ഇനി എന്തായാലും ഈ നമുക്കറിയാലോ ഇപ്പോൾ പഞ്ചായത്തുകളുടെ ഒരു വിഭജനം, വാർഡ് വിഭജനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ വിഭജനം ഈ CPM അനുകൂലമാവുന്ന രീതിയിലാണ് അവർ പടം വരച്ച് വെച്ചിരിക്കുന്നത് എന്നാണ് പൊതുവെ ഉള്ളൊരു ആക്ഷേപം. അതേപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ചിലപ്പോൾ BJPക്ക് അനുകൂലമായിട്ടായിരിക്കും അവരും ചെയ്യുക. അവർ പടം വരയ്ക്കുമ്പം വോട്ട് കൂടിയുള്ള ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ഒരു വട്ടം വരച്ചു എന്ന് വരും. 700 ചില്ലാൻ ആണ്, 1000-ത്തിലേക്ക് വരാമെന്ന് പറയുന്നു. അതെ, അപ്പോൾ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി ഇതിനെ കണ്ടുകൊണ്ട് തന്നെ കാറ്റിനൊപ്പം ശക്തമായി വളരെ പോസിറ്റീവോടുകൂടി നീങ്ങുക എന്നുള്ള രീതിയിലാണ് BJP മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. അതെ അതെ. ഇനി ഏതായാലും ഇപ്പൊ ഇതിനു വേണ്ടി ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല. 18 വയസ്സ് കഴിഞ്ഞ എണ്ണം വെച്ചിട്ട് 2026 സെൻസസ് കഴിഞ്ഞാൽ നമുക്കൊരു ഇത് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ കുട്ടികളുടെ എണ്ണം അല്ലല്ലോ നോക്കുന്നത്. അതെ, സീറ്റുകൾ പാർലമെന്റിൽ കൂടിയാൽ BJPയെ പിടിച്ചു നിർത്താനാവില്ല എന്നുള്ളതാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് കാത്തിരിക്കേണ്ടതാണ്. എന്തായാലും മറ്റു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.